ഇനി എന്താ പീരീഡ് ആരുടെയാ? അശ്വതി മിസ് അല്ലേ? അശ്വതി അല്ലേ? മെഡിക്കൽ ഇൻഷുറൻസ് ചാപ്റ്റർ 16 സെക്കൻഡ് മൊഡ്യൂൾ. അശ്വതി മിസ് ഏത് ചാപ്റ്ററാണ് എടുത്തോണ്ടിരിക്കണ? ഓഡിറ്റ്. ആ നമുക്ക് എക്സാം മോഡൽ വരുന്ന എപ്പോഴാന്നറിയോ ആർക്കെങ്കിലും? അതൊന്നും പറഞ്ഞിട്ടാ, അത് പറയും ഗ്രൂപ്പിൽ ഇടും. ഇത്രയും ടെൻഷൻ അടിക്കണ്ട, നമുക്കിപ്പോ ക്ലാസ് കഴിയട്ടെ എന്നിട്ടല്ലേ പറയും. അതിന് മുമ്പ് പിന്നെ സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ തരും. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നില്ല, അതുപോലെ സമയം ഉണ്ടാവും. ഇത് എത്രാമത്തെ ചാപ്റ്റർ ആടാ? 45 ഓഡിറ്റ്. 45. വിജി കണ്ടിട്ട് കുറെ ദിവസമായ പോലെ. ഞാൻ ക്ലാസ്സിൽ കയറാറില്ല ഇപ്പൊ, ഞാൻ വയ്യാതിരിക്കായിരുന്നേ. അത് എന്ത് പറ്റി? എനിക്ക് നെക്ക് പെയിൻ ഒക്കെ ആയിട്ടേ. അതെല്ലേ, ഓക്കെ. കാണാറില്ല, അതാ ചോദിച്ചേ. ഞാനപ്പോ റെക്കോർഡ് ക്ലാസ് കേൾക്കാറിപ്പോ. ആ കേൾക്കാറുണ്ടല്ലോ, ഒന്നും കുഴപ്പമില്ല. ഓക്കെടാ, മിസ് വന്നു തോന്നുന്നുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസേഷൻ ഓഡിറ്റ് വരെയാണ് എടുത്തത് അല്ലേ? എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? യെസ് മാം. യെസ് മാം. ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷൻ ഓഡിറ്റ്, ഇന്റേണൽ, എക്സ്റ്റേണൽ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇനി വരാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം. കുറെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് അവിടെ വാരി വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. Okay, ma'am. ഓക്കെ. നമ്മൾ ഒരിക്കലും നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളോട് ഓഡിറ്റ് ചെയ്യാനായിട്ട് പറയില്ല അല്ലെ? അതിനെ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ അവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, അതായത് എന്താണ് ഓഡിറ്റ്, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ചോദിച്ചാലോ എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ കാൽക്കുലേഷനോ കാര്യങ്ങളൊക്കെ ഡൗട്ട് ഉണ്ടായാലോ നിങ്ങൾക്ക് സ്വയമേ തന്നെ ചിന്തിക്കാൻ പറ്റും. അത് മനസ്സിലാക്കി തരിക എന്നത് മാത്രമാണ് ഈ ചാപ്റ്ററിന്റെ ഉദ്ദേശം കേട്ടോ. ഓക്കെ, അത് ആദ്യം മനസ്സിലിരിക്കാം. നമുക്ക് തുടങ്ങാം. ഓക്കെ, നെക്സ്റ്റ് വൺ, മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ആൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റില് എന്തൊക്കെ മെത്തേഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. അതായത് നേരിട്ടുള്ള നിരീക്ഷണം ഒരു ഓഡിറ്റിന് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് അല്ലെ? നമ്മൾ പല കാര്യങ്ങളും ഇപ്പോ നമ്മൾ ഓഡിറ്റ് തയ്യാറാക്കുന്ന വെച്ചാല് പേഷ്യന്റ് റെക്കോർഡ്സ് അല്ലെങ്കിൽ പേഷ്യന്റ് രജിസ്റ്റർ എന്നിവ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റെക്കോർഡ്സ് അല്ലെങ്കിൽ ഓഡിറ്റ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോ എന്നിരുന്നാലും ഇതുപോലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിലേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല കാര്യങ്ങളും ഉണ്ടാവും. അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് ഓഡിറ്റ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ എന്തൊക്കെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പറഞ്ഞു ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. ദെൻ രണ്ടാമത്തത് ചെക്ക് ലിസ്റ്റുകൾ. ധാരാളം ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കും. അതായത് ധാരാളം രേഖകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഈ ഓഡിറ്റ് റെഡിയാക്കുക. ദെൻ
ഡോക്യുമെന്റേഷൻ റെക്കോർഡ്സിൽ വരുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് ആണ്, അല്ലെങ്കിൽ പേഷ്യന്റ് രജിസ്റ്റർ എന്ന് പറയും ഇതിനെ. ഓക്കെ. ദെൻ ക്വസ്റ്റിനെയേഴ്സ്. നമ്മളിപ്പോ ഒരു സർവേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങളുടെ വീട്ടിലൊക്കെ സർവേക്കൊക്കെ ആളുകൾ വരാറില്ലേ? ഒരു കൂട്ടമായിട്ടായിരിക്കും, ചിലപ്പോ 2-3 ആളുകളൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോ വരിക. അപ്പൊ അവര് ധാരാളം ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അപ്പൊ ഓഡിറ്റ് തയ്യാറാക്കുമ്പോൾ കൃത്യമായിട്ട് അതിനകത്ത് ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകും. ആളുകളുടെ കയ്യിൽ നിന്ന് ലഭിച്ച മറുപടികൾ, അതായത് റിപ്ലൈസിന്റെ ഒക്കെ ഇവാലുവേഷൻ ആണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റിനെയേഴ്സ് ഉണ്ടാകും. ദെൻ ഇന്റർവ്യൂസ്. ആളുകളെ നേരിട്ട് നമ്മൾ എന്ത് ചെയ്യും? കോണ്ടാക്ട് ചെയ്തിട്ട് അവരോട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരുടേതായിട്ടുള്ള സജഷൻസ്, അതുപോലെ തന്നെ അവരുടെ കൺക്ലൂഷൻസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ദെൻ ക്ലിനിക്കൽ കേസ് റിവ്യൂ. അതുപോലെ തന്നെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളുടെയും അവര് കൊടുക്കുന്ന സർവീസിന്റെ റിവ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റില് ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോ ഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്, ചെക്ക് ലിസ്റ്റുകള്, ഡോക്യുമെന്റേഷൻ റെക്കോർഡ്സ്, ക്വസ്റ്റിനെയേഴ്സ്, ഇന്റർവ്യൂസ്, ക്ലിനിക്കൽ കേസ് റിവ്യൂ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ മെത്തേഡുകളാണ്, വാട്ട് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ആൻ ഓഡിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത്രയും കാര്യങ്ങൾ വരാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓൾ ഓഫ് ദ എബോ കൊടുക്കാവുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ് ചെയ്യാം. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഈ അടുത്തൊരു കാര്യം പറയുന്നതിന് മുമ്പായിട്ടേ ഞാനൊരു സിമ്പിൾ ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. കണക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. അത്രയധികം ചിലപ്പോൾ യൂസ്ഫുൾ ആവണമെന്നില്ല, എന്നാലും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ പേഷ്യന്റിന്റെ എന്താ പറയാ മെഡിക്കൽ റെക്കോർഡുകൾ അല്ലെങ്കിൽ പേഷ്യന്റ് രജിസ്റ്റർ വെച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഓഡിറ്റ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓഡിറ്റ് റെഡി ആക്കുന്നത്. ഇപ്പോ ഇൻ കേസ് ഒരു പേഷ്യന്റ് വന്ന ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്ന് വിചാരിക്കാം. അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയാ മെഡിക്കൽ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഓഡിറ്റർ വന്ന് എന്ത് ചെയ്യും? ഓഡിറ്റ് റെഡിയാക്കുകയാണ് ചെയ്യുക. ഓക്കെ. അഡ്മിറ്റ് ആയി കഴിയുന്ന ആ ഒരു സമയത്ത് പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും ഒരു ഫിക്സഡ് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്. അത് നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് പേഷ്യന്റ് കയ്യിൽ നിന്ന് റിസീവ് ചെയ്യും. അത് അവിടെ കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ പേഷ്യന്റ് അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ഫൈനൽ ബില്ലില് അത് അഡ്ജസ്റ്റ് ചെയ്യുമെന്നും അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ പേഷ്യന്റ് ഒരു 5000 രൂപ ആദ്യം അടച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 2500 രൂപ. ഓക്കെ, 2500 രൂപ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫൈനൽ ബില്ല് വരുന്നത് 10000 രൂപയാണ്. അപ്പൊ അദ്ദേഹം എത്രയാണ് തിരിച്ചു കൊടുക്കേണ്ടി വരിക? ഫൈനൽ ബില്ലിൽ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക? കമന്റ് ചെയ്ത് എത്ര രൂപ തിരിച്ചു കൊടുക്കണം? അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ഡിസ്ചാർജ് ദിവസം 7500 രൂപ തിരിച്ചു കൊടുക്കണം അല്ലെ? നിങ്ങൾ നോക്കിയേ, അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഓഡിറ്റ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓഡിറ്റർ വന്ന് ആ കാര്യം കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഓരോ കാര്യത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഡിസ്ചാർജ് ആയി പോകുന്ന ആ പേഷ്യന്റിന് മെഡിക്കേഷൻസ് മേടിക്കാനായിട്ടുണ്ടാവും അല്ലെ? ധാരാളം മെഡിക്കേഷൻസ് ഒക്കെ കഴിക്കുകയായിരിക്കും. നമ്മളൊക്കെ എന്താ പറയുക, വളരെ കുറഞ്ഞ മരുന്നുകൾ അല്ലെങ്കിൽ വളരെ ചുരുക്കം മരുന്നുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. പ്രായമായവരൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? കുറെ അധികം മരുന്നുകൾ യൂസ് ചെയ്യുന്നവർ, ഡയബറ്റിക് പേഷ്യൻസ്, അല്ലാതെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ കണ്ടിട്ടില്ലേ? അവരൊക്കെ വില കൂടിയ മരുന്നുകളൊക്കെയാണ് 1 മാസത്തേക്കും 2 മാസത്തേക്കും മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോ ഇങ്ങനെ ഹൈ റിസ്ക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കേഷൻസ് കൊടുക്കണം അല്ലെ? അത് ചിലപ്പോൾ ആ 1 മാസത്തേക്കൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള രോഗങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകളും ഉണ്ട്. ഈ മരുന്നുകളുടെ വില എന്ന് പറയുന്നത് ചിലപ്പോൾ ലക്ഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ 50,000 70,000 രൂപ വില വരുന്ന മരുന്നുകളായിരിക്കാം ചിലപ്പോ ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇത് ഇവർക്ക് എന്താ പറയാ ചിലപ്പോ അവൈലബിൾ അല്ലായിരിക്കും. കാരണം ഇത് നമ്മൾ റെഗുലർ ആയിട്ട് മേടിക്കുന്ന മരുന്നുകളല്ല. കാരണം പ്രത്യേകം ചില രോഗികൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ മരുന്നുകൾ കൊടുക്കുന്നത്. എല്ലാവർക്കും നോർമൽ ആയിട്ട് നമ്മൾ ഇത്തരം മരുന്നുകൾ കൊടുക്കില്ല, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് അവിടെ വെക്കില്ല. ഓക്കെ. ഇപ്പൊ പനിയുടെ ഒക്കെ മരുന്നാണെങ്കിലും ചുമയുടെ സിറപ്പ് ആണെങ്കിലൊക്കെ യൂഷ്വലി ആ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ ഫാർമസിയിൽ അത് ഉണ്ടാവും. പക്ഷെ ഇത്തരം വില കൂടിയ മരുന്നുകൾ ഓർഡർ ചെയ്ത് വരുത്തേണ്ട ആവശ്യകത ഉണ്ടാവും.
പേഷ്യന്റിന്റെ ആവശ്യമനുസരിച്ച് ഓർഡർ ചെയ്തത് വരുത്തുന്നതാണ്. അങ്ങനെ ഇത് വരുത്തുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അതായത് ഇത്രയധികം രൂപയുടെ മരുന്നുകളാണ് എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് ഈ ഹോസ്പിറ്റലിലേക്ക് വരുത്തുക. ആ ഒരു സന്ദർഭത്തിൽ അവിടെ ഓഡിറ്റ് നടക്കുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഫാർമസിയുടെ ഭാഗത്ത് നിന്ന് എത്രയധികം വില വരുന്ന മരുന്നുകളാണ് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ അവിടെ ഓഡിറ്റ് നടക്കുന്നു. ഓക്കെ, ഇനി വേറൊരു കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ ഒക്കെ കേസ് വരുന്നുണ്ടല്ലോ. അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് അടക്കേണ്ടുള്ള ഒരു രീതിയിൽ ഇൻഷുറൻസിന്റെ ഒക്കെ കേസ് വരുന്നുണ്ട്. അപ്പൊ ഇൻഷുറൻസിന്റെ ക്ലെയിമും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് ഈ ഒരു ഇൻഷുറൻസിന്റെ രേഖകളൊക്കെ സബ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. പുള്ളിക്ക് അത് ആ പേഷ്യന്റിന് അത് സാങ്ഷൻ ചെയ്ത് കൊടുക്കുക അല്ലെ, അങ്ങനെ ഒരു കാര്യവും വരുന്നുണ്ട്. ദെൻ ഇതൊക്കെ അടച്ചു കഴിഞ്ഞ് പേഷ്യന്റ് എന്ത് ചെയ്യും, വീട്ടിൽ പോകും. അതായത് ബില്ലൊക്കെ അടച്ചു കഴിഞ്ഞ് പേഷ്യന്റ് വീട്ടിൽ പോകും അല്ലെ. ഇനി വേറൊരു തരത്തിലുള്ള പേഷ്യന്റിനെ നമുക്ക് നോക്കാം. അതായത് വേറൊരു കൂട്ടം പേഷ്യൻസ് എന്ന് പറഞ്ഞാല് അവര് ചിലപ്പോൾ ഡെയിലി ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ഡെയിലി കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാല് അവരുടെ ബില്ലുകളൊക്കെ ഡെയിലി ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാവരും അവർ അടിച്ചിരിക്കും. ഇപ്പോ ഒരു ദിവസം 1000 രൂപയാണ് ആശുപത്രിയുടെ റൂമിന് വാടകയെങ്കിൽ ആ 1000 രൂപ അന്ന് തന്നെ അടച്ചടച്ചു പോകുന്നു. അത് ഫൈനൽ ബില്ലിൽ ഒരിക്കലും വരില്ല. കാരണം അവിടെ ഓഡിറ്റ് നടക്കുന്നില്ല. നമുക്കറിയാലോ, നമ്മുടെ ചില സ്ഥാപനങ്ങളിലൊക്കെ പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ട്, ഡെയിലി വേജിന് ജോലി എടുക്കുന്ന ആളുകളുണ്ട്. ഈ ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ ഹവറിൽ, അതായത് മണിക്കൂറിനൊക്കെ ജോലി എടുക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കണ്ടിട്ടില്ല അവരെയൊക്കെ. അവരുടെയൊക്കെ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഓഡിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യില്ല. അല്ലാതെയുള്ള പെർമനന്റ് ആയിട്ടുള്ള അംഗങ്ങളുടെയൊക്കെ എന്താ പറയാ കണക്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരിക, ഈ ഒരു ഓഡിറ്റിൽ വരിക കേട്ടോ. ഏകദേശം ഒരു ധാരണ കിട്ടിയോ? മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. Then types of clinical audit. 2 തരത്തിലുള്ള ക്ലിനിക്കൽ ഓഡിറ്റ് ആണ് ഉള്ളത്. ഒന്ന് കൺകറന്റ് ഓഡിറ്റ്, 2 റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ഓക്കെ, അപ്പൊ കൺകറന്റ് ഓഡിറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. Care is assessed at the time it is taking speed. എഴുതിക്കോളൂ കേട്ടോ അതൊന്ന്. പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തപ്പെടുന്നു. പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തപ്പെടുന്നു. ഓക്കെ, അതായത് ഇവിടെ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പേഷ്യൻസിന് കെയർ നമ്മൾ കൊടുക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയാ. അതായത് പേഷ്യൻസിന് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു അല്ലെങ്കിൽ കെയർ കൊടുക്കുന്നു, അതപ്പൊ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് കൺകറന്റ് ഓഡിറ്റ്. ഹോസ്പിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് കൺകറന്റ് ഓഡിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇത് തന്നെ പറഞ്ഞാൽ മതി. കെയർ ഈസ് അസിസ്റ്റ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കിംഗ് സ്പീഡ്. അതായത് ആ ഒരു സമയത്ത് നടത്തുന്ന പ്രവർത്തനം ആ ഒരു സമയത്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ കൺകറന്റ് ഓഡിറ്റ്? ഇനി നമുക്ക് ബാങ്കിങ്ങിൽ എങ്ങനെയാണ് കൺകറന്റ് ഓഡിറ്റ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ബാങ്കിങ്ങിൽ എങ്ങനെയാണ്? അതായത് നമ്മളിപ്പോ ബാങ്കിലൊക്കെ പോകില്ല, നിങ്ങൾ എല്ലാവരും ബാങ്കിലൊക്കെ പോവാറുണ്ട് അല്ലെ. നമ്മൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വിഡ്രോ ചെയ്യാറുണ്ട്. നമ്മൾ ഈ ഒരു കാര്യം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴോ വിഡ്രോ ചെയ്യുമ്പോഴോ അവര് നമ്മൾക്ക് ഒരു സ്ലിപ്പ് തരും അല്ലെ. അപ്പൊ തന്നെ അവരത് കമ്പ്യൂട്ടറിൽ എൻറ്റർ ചെയ്ത് വെക്കും. ദാറ്റ് ഈസ് കൺകറന്റ് ഓഡിറ്റ്. അതായത് നമ്മൾ ഒരു സെക്കൻഡിലാണ് ആ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിലും 10 മിനിറ്റ് കൊണ്ടാണ് ആ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിലും ആ ഒരു ടൈം പീരീഡിൽ തന്നെ ആ ഒരു പ്രോസസ്സ് സിസ്റ്റത്തിൽ എൻറ്റർ ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നതിനെയോ ആണ് എന്ത് പറയാ, കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയും. ഓക്കെ, ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഹോസ്പിറ്റലിലെ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് രോഗിക്ക് കൊടുക്കുന്ന പരിചരണം ആ സമയത്ത് തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്.
ക്ലിയർ അല്ലേ? പറയണ്ടല്ലോ. then അടുത്തത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്താണെന്ന് നോക്കാം. എഴുതിക്കോളൂ കേട്ടോ. ഞാൻ പറഞ്ഞുതരാം ആദ്യം. കെയർ ഈസ് റേറ്റഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ത്രൂ റെക്കോർഡ്സ്. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് വരിക? അതായത് രോഗിക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കില്ലേ, ട്രീറ്റ്മെന്റിന് ശേഷം മെഡിക്കൽ റെക്കോർഡിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് കേട്ടോ. ഹെൽത്ത് കെയർ ഇതില്, അതായത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ, അതായത് ഹോസ്പിറ്റലുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഓഡിറ്റ് സിസ്റ്റം ഏതാണെന്ന് വെച്ചാൽ അത് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ആണ് കേട്ടോ. അതായത് പരിചരണം കൊടുത്തതിന് ശേഷം മെഡിക്കൽ റെക്കോർഡിന്റെ ബേസില് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ഓഡിറ്റ് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് മെഡിക്കൽ റെക്കോർഡുകൾ അല്ലെങ്കിൽ പേഷ്യന്റ് രജിസ്റ്ററിനെയാണ് കേട്ടോ. അതനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓഡിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇതിന് ഞാനൊരു കുഞ്ഞുദാഹരണം പറഞ്ഞുതരാം. മെഡിക്കൽ ഇൻഷുറൻസുകൾ ഞാൻ പറഞ്ഞു, എന്താ പറയാ, ബാങ്കിങ് രംഗത്തൊക്കെ നമ്മൾക്ക് അപ്പം പോയി അപ്പം തന്നെ കാര്യം സാധിച്ച് തിരിച്ചു വരുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ബാങ്കിങ് സെക്ടറിലുള്ളത് അല്ലെ. അപ്പൊ തന്നെയാണ് എന്ത് ചെയ്യുക, ഇവാലുവേഷൻ നടത്തുക. ഇനി ഇൻഷുറൻസ് മേഖലകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഇൻഷുറൻസ് കമ്പനികൾ ധാരാളമായിട്ടൊക്കെ ഇല്ലേ, അവിടെ എങ്ങനെയാണ്, അതായത് നമ്മൾക്കൊരു ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള രേഖകൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ടൈം എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, അത് അവര് ഇവാലുവേഷൻ നടത്തുക. ദാറ്റ് ഈസ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് കേട്ടോ. അതായത് കുറച്ച് സമയം കഴിയും, അതായത് കൃത്യമായ രേഖകൾ ഉണ്ടെന്ന് കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ക്ലെയിമിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കി ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മെഡിക്ലെയിം അനുവദിക്കുക. അതുപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ. പേഷ്യന്റിന് കെയർ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്. ക്ലിയർ അല്ലേ രണ്ടും? ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റും ഇമ്പോർട്ടന്റ് ആണ്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പർപ്പസ് എന്ന് നോക്കാം, ഉദ്ദേശം എന്താണെന്ന് നോക്കാം കേട്ടോ. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്: planning the future course of action, it is needful to obtain baseline information through assessment of achievements. ഭാവി പ്രവർത്തനത്തിന്റെ ആസൂത്രണത്തിന് വേണ്ടിയിട്ട്, നേട്ടങ്ങളുടെ വിലയിരുത്തലിന് വേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ടുള്ള രേഖയാണെന്ത് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിന്റെ ഭാവി പ്രവർത്തനത്തിനും അവരുടെ നേട്ടങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഒരു ക്ലിനിക്കൽ ഓഡിറ്റിനെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്: ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസസ്. അതുപോലെ തന്നെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലിനിക്കൽ ഓഡിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനങ്ങൾ ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ക്ലിനിക്കൽ ഓഡിറ്റിന് ഉള്ളത്. മൂന്നാമത്തെ പോയിന്റ്: it is regulatory in nature that ensures full and effective utilization of staff and facilities available. അതുപോലെ തന്നെ ജീവനക്കാരുടെയും പൂർണ്ണവും ഫലപ്രദവുമായ വിനിയോഗം ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. ഒരു ഹോസ്പിറ്റലില് ധാരാളം ജീവനക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ അവരുടേതായിട്ടുള്ള കഴിവുകള്, അവരുടേതായിട്ടുള്ള ടാലന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയാ ആ ഒരു ഹോസ്പിറ്റലിന് ഉപയോഗിക്കാൻ തരത്തില് എന്താ പറയാ വിനിയോഗിക്കണം എന്നുകൂടി എന്ത് പറയുന്നുണ്ട്, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഉദ്ദേശമായിട്ട് വരുന്നുണ്ട്. Then evaluate the effectiveness and efficiency of health programs and service put into practice. അതുപോലെ തന്നെ
നിലവിലെ പ്രകടനം വിവരിക്കുകയും അളക്കുകയും ചെയ്യുക കേട്ടോ. അതായത് ഹോസ്പിറ്റലിന്റെ പ്രസന്റ് ആയിട്ടുള്ള പെർഫോമൻസിനെ അളക്കുക അല്ലെങ്കിൽ ആ ഒരു നിലവാരം കൂട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ഉള്ളത്. നറേറ്റ് ആൻഡ് മെഷർ പ്രസന്റ് പെർഫോമൻസ്, അതായത് ഇപ്പോഴത്തെ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസിനെ നറേറ്റ് ചെയ്യുക, മെഷർ ചെയ്യുക. ദെൻ ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബീവിയസ് സ്റ്റാൻഡേർഡ്സ്, വ്യക്തമായിട്ടുള്ള ക്രൈറ്റീരിയകള് വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുക, വ്യക്തമായിട്ടുള്ള ക്രൈറ്റീരിയകള് വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ റെക്കമെൻഡ്സ് വാട്ട് റിക്വയർസ് ടു ബി ചേഞ്ച്ഡ്, എന്താണ് മാറ്റേണ്ടതെന്ന് ശുപാർശ ചെയ്യുക. അതായത് നമ്മൾ ഒരു ഓഡിറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കൺക്ലൂഷനിൽ എത്തിക്കഴിയുമ്പോൾ ചിലതൊക്കെ മാറ്റേണ്ടതായിട്ടുള്ള ഒരു എന്താ പറയാ ആവശ്യം ഉണ്ടാവാം, അല്ലെങ്കിൽ മാറ്റേണ്ടത് അനിവാര്യമായിട്ട് വരാം. അപ്പോ അങ്ങനെ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സ് ഫോർ ചേഞ്ച്, അതുപോലെ തന്നെ മാറ്റത്തിനായിട്ട് വിവരങ്ങൾ സമാഹരിക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആളുകളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ധാരാളം റിസോഴ്സസുകൾ നമ്മൾ കളക്ട് ചെയ്യണം അല്ലെ, എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരു കാര്യം നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. Then last one, appraises the past and modify the present process. പാസ്റ്റിനെ വിലയിരുത്തുകയും ഇപ്പോഴത്തെ പ്രക്രിയ പരിഷ്കരിക്കുകയും ചെയ്യാം. അതായത് ഹോസ്പിറ്റലിന്റെ പാസ്റ്റ് ആയിട്ടൊരു ഹിസ്റ്ററി ഉണ്ട്, അതിന് ഇവാലുവേറ്റ് ചെയ്യുക, പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി കേട്ടോ, അതത്ര ഇമ്പോർട്ടന്റ് അല്ല, അതിൽ നിന്ന് ഒരിക്കലും ഒരു കാരണവശാലും ക്വസ്റ്റ്യൻസ് വരില്ല. ഓക്കെ, വായിച്ചു നോക്കിയാൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞു പോകുന്നുണ്ടേ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അടുത്ത ഹെഡിങ് പ്രീ റിക്വസ്റ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഓഡിറ്റില് അതിന്റെ ഭാഗമായിട്ട് വേണ്ടി വരുന്ന ചില ഫാക്ടേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ആണ് കേട്ടോ. അതായത് ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാവും, അവരുടെ നേതൃത്വത്തിലായിരിക്കും ഹോസ്പിറ്റലിന്റെ ഇന്റേണൽ ഓഡിറ്റ് ഒക്കെ നടക്കുക. അല്ലെങ്കിൽ പലതരം ഓഡിറ്റുകൾ, അതായത് എക്സ്റ്റേണൽ ഓഡിറ്റ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഓഡിറ്റുകളും നടത്തുന്നത് ഹോസ്പിറ്റലിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഓഫീസർ ഇൻചാർജ്, മെമ്പർ സെക്രട്ടറി, ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, മെമ്പേഴ്സ്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ചീഫ് ആയിട്ടിരിക്കുന്ന ചെയർമാൻ, അദ്ദേഹം ഇൻചാർജ് ആണ് ഈ ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ. ദെൻ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാകും, അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഹെഡുകൾ ഉണ്ടാകും. ദെൻ അതിൽ നിന്നുള്ള മെമ്പേഴ്സും മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അപ്പൊ നോക്കിയാൽ നിങ്ങൾ 4 ആളുകളാണ് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഉണ്ടാകും, അദ്ദേഹം ഇൻചാർജ് ആണ്. ദെൻ മെമ്പർ സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ദെൻ അതിലുള്ള മെമ്പർമാര്, ഇത്രയുമാണ് അംഗങ്ങൾ വരിക. Then next one, the committee to meet once a month on fixed day. അതായത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും കമ്മിറ്റി കൂടിയിരിക്കണം. ഒരു ഫിക്സഡ് ഡേറ്റ് ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ ഒരു 1-ാം തീയതിയോ അല്ലെങ്കിൽ ഒരു 15-ാം തീയതി അല്ലെങ്കിൽ ഒരു 30-ാം തീയതി അങ്ങനെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക. അതായത് ഒരു മാസത്തിന്റെ ആദ്യത്തെ ആ ഒരു വീക്കിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ മിഡിലിൽ വരുന്ന ഒരു 15-നുള്ളിലേക്ക് എന്തായാലും ഈ ഒരു കമ്മിറ്റി കൂടിയിരിക്കും കേട്ടോ. അപ്പോ ഒരു ഫിക്സഡ് ടൈം വെച്ചിട്ട് അവര് ആ ഒരു കമ്മിറ്റി ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും കൂടിയിരിക്കുന്നതാണ് കേട്ടോ, മീറ്റിംഗ് നടത്തുന്നതാണ്. ഓക്കെ, അടുത്തത് വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്, ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്, അഡ്മിഷൻ ഡാറ്റ. അതായത് നന്നായി ചിട്ടപ്പെടുത്തിയ മെഡിക്കൽ റെക്കോർഡിൽ എന്തൊക്കെ വിവരങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. അതായത് ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ആണെങ്കിൽ അതിനകത്ത് ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഹോസ്പിറ്റലിന്റെ സ്ഥിതി വിവര കണക്കുകൾ ഉണ്ടാകും.
അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ റിസോഴ്സസ് അതായത് നഴ്സുമാരുടെ വിവരങ്ങള്, ഡോക്ടർമാരുടെ വിവരങ്ങൾ, അതുപോലെ തന്നെ അവിടെ വരുന്ന എക്യുപ്മെന്റിന്റെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും കണക്കുകൾ അതിനകത്ത് ഉണ്ടാകും. ദെൻ ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്, ഹോസ്പിറ്റൽ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, കാര്യങ്ങളും കൂടി ഉണ്ടാവും. ദെൻ അഡ്മിഷൻ ഡാറ്റ, പേഷ്യന്റിന്റെ രജിസ്റ്റർ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അതിനെയാണ് എന്ത് പറയാ, അഡ്മിഷൻ ഡാറ്റ എന്ന് പറയാം. അപ്പോ ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡില് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ. എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ആ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അവിടെയൊക്കെ കോമ ഉണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്, ദെൻ അഡ്മിഷൻ ഡാറ്റ. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ എക്സാമിന് പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ നമുക്ക് അത് നോക്കാം എന്തൊക്കെയാണെന്ന്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം ഡയഗ്രാം, ഫ്ലോ ചാർട്ട് ഒക്കെ ആകുമ്പോൾ നമ്മള് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാലാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഘട്ടങ്ങൾ, അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. സെക്കൻഡ് സെലക്ടിംഗ് ക്രൈറ്റീരിയ. ആൻഡ് തേർഡ് മെഷറിംഗ് പെർഫോമൻസ്. ഫോർത്ത് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. ആൻഡ് ഫിഫ്ത്ത് സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്. സിക്സ്ത് വൺ റീ ഓഡിറ്റ്. അപ്പൊ ഹൗ മെനി സ്റ്റേജസ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് ചോദിച്ചാല് 6 എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. 6 സ്റ്റേജസ് ആണ് ഉള്ളത്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഇതിന് വേണ്ടിയിട്ട് 6 സ്റ്റേജസുകളാണ് ഉള്ളത്. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, റീ ഓഡിറ്റ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് സ്റ്റേജ് 1 പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. സ്റ്റേജിൽ 1 വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, നിങ്ങൾ ഡയഗ്രം കാണുന്നുണ്ടോ? ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് വൺ എന്താ ചെയ്യുന്നത്? അതായത് ഒരു ഓഡിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല ഘട്ടങ്ങളാണ് ഈ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു? സെലക്ടിങ് എ ടോപ്പിക്. ഒരു ടോപ്പിക് നമ്മൾ തിരഞ്ഞെടുക്കുന്നു കേട്ടോ. ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യും. അതായത് ഇപ്പൊ പേഷ്യന്റിന്റെ കംപ്ലൈന്റ് ആവാം, അല്ലെങ്കിൽ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ തന്നെ പ്രവർത്തനങ്ങളാവാം. അങ്ങനെ ഏതൊരു ടോപ്പിക്കും നമുക്ക് ഈ ഒരു കാര്യത്തില് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ പ്രയോറിറ്റൈസ് ഓഡിറ്റ്. ദെൻ അതെന്ത് ചെയ്യുന്നു? ഓഡിറ്റിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ തേർഡ് വൺ ഡിഫൈനിങ് ദ പർപ്പസ്. ആ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്? അതിനൊരു പർപ്പസ് ഉണ്ടാവും, അല്ലെ, ഒരു ഉദ്ദേശം ഉണ്ടാവും അതിന്. അത് അതിനകത്ത് കൊടുക്കുന്നു, ഡിഫൈനിങ് ദ പർപ്പസ്. ദെൻ പ്ലാനിങ് ഓഡിറ്റ്. ഡീറ്റെയിൽ ആയിട്ട് ഓഡിറ്റ് പ്ലാൻ ചെയ്യുന്നു. ദെൻ യൂസേഴ്സ് ഇൻഫോർമേഷൻ. ആളുകളിൽ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? നമ്മള് ഇവാലുവേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നതാണ്? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്നതാണ് കേട്ടോ. ഫസ്റ്റ് സെലക്ടിങ് എ ടോപ്പിക്, ദെൻ പ്രയോറിറ്റൈസ് ഓഡിറ്റ്, ഡിഫൈനിങ് ദ പർപ്പസ്, പ്ലാനിങ് ഓഡിറ്റ്, യൂസേഴ്സ് ഇൻഫോർമേഷൻ. ഈസി അല്ലേ? കുഴപ്പമില്ലല്ലോ. ദെൻ സ്റ്റേജ് 2 സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പൊ എന്താ പറയാ, ഒരു മാനദണ്ഡം നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലെ, ഒരു സ്റ്റാൻഡേർഡ് എടുക്കുന്നു. ഡിഫൈനിങ് ക്രൈറ്റീരിയ എന്താണെന്ന് അത് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു, ഫസ്റ്റത്തെ സ്റ്റേജ്. ദെൻ സോഴ്സ് ഓഫ് എവിഡൻസ്. ആ ക്രൈറ്റീരിയ നിശ്ചയിക്കുന്നതിനുള്ള എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. ചിലപ്പോൾ ആളുകളിൽ നിന്ന് ഇൻഫോർമേഷൻസ് ആകാം, അല്ലെങ്കിൽ മറ്റു പല റിസോഴ്സസ് ആകാം. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എവിഡൻസ് അഥവാ അതിനുള്ള തെളിവുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. ദെൻ അപ്രൈസിങ് ദ എവിഡൻസ്. നമ്മള് തന്നിരിക്കുന്ന, നമുക്ക് കിട്ടിയിരിക്കുന്ന എവിഡൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. കിട്ടിയിരിക്കുന്ന എവിഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ സ്റ്റേജ് 3 മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് കേട്ടോ. മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്.
അതിനകത്ത് എന്താ പറയാ, അതൊരു ഓർഡർ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ വരുന്നത് പ്ലാനിങ് ഡാറ്റ കളക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ഡിവിഷൻ ആയിട്ട് തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങളെ പറയാം. മെത്തേഡ് ഓഫ് കളക്ഷൻ ഉണ്ട്, ഹാൻഡ്ലിംഗ് ഡാറ്റ ഉണ്ട്. അത് നമ്മള് ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. ദെൻ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഇത്രയും കാര്യങ്ങള് സ്റ്റേജ് 3 വരുന്നതാണ്. അപ്പോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. സ്റ്റേജ് 3 വരെയുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറുതന്നിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക് എഴുതാനായിട്ട് നിങ്ങളോട് പറയും. അപ്പോ ഏതാണ് അതിന് ചോദിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡയഗ്രാം ഉള്ളത് മാത്രമാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. കാരണം ഡയഗ്രാം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിൽ വന്നതാണ്. അപ്പൊ ഡയഗ്രാം പഠിച്ചു വെക്കാം. ഡയഗ്രത്തിൽ നിന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 ഓപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എവിടെയായാലും നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അപ്പൊ ഒന്ന് നോട്ട് ചെയ്യാം. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യാം കേട്ടോ. ഒന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. 2 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, സ്റ്റേജ് 4 നമുക്കൊന്ന് നോക്കാം. സ്റ്റേജ് 4 മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഓഡിറ്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓഡിറ്റിന്റെ സ്റ്റേജിൽ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് വരുന്നുണ്ട്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഐഡന്റിഫൈ ബാരിയേഴ്സ്, തടസ്സങ്ങളെ തിരിച്ചറിയുക. അതായത് നമ്മൾ ഓഡിറ്റിന്റെ പ്രിപ്പറേഷനിൽ നമുക്ക് എന്താ പറയാ, നമ്മളത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല തടസ്സങ്ങളും ബാരിയേഴ്സും ഉണ്ടാകും. അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനകത്ത് വരുന്നത് ഫിയർ, ഭയം ഉണ്ടാകും. ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഉണ്ടാവും. നിങ്ങൾക്ക് ചില ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാല് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ. ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില ക്ലാസ്സുകൾ, അതായത് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ മനസ്സിലാവാത്ത, അതായത് നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് പിടിയിട്ടിരുന്ന് വരില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്. ലോ മൊറൽ എന്ന് പറഞ്ഞാല് നെഗറ്റിവിറ്റി, അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് ലോ മൊറയിൽ വരുന്നത് കേട്ടോ. പുവർ കമ്മ്യൂണിക്കേഷൻ, അതായത് ആശയവിനിമയം ഒട്ടും തന്നെ ഇല്ലാത്ത ആ ഒരു അവസ്ഥ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഐഡന്റിഫൈ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ബാരിയേഴ്സ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ എന്താണോ അതിനകത്ത് പ്രശ്നം, ഇപ്പൊ അത് ഫിയർ ആകാം, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആവാം, ലോ മൊറൽ ആവാം, അല്ലെങ്കിൽ പുവർ കമ്മ്യൂണിക്കേഷൻ ആവാം. അത് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ദെൻ ചേഞ്ച് ബൈ റിമൂവ് ബാരിയേഴ്സ്, അതായത് നമ്മളിങ്ങനെ തടസ്സങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു തടസ്സങ്ങളെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, എടുത്തു കളയാനായിട്ട് നോക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. സ്റ്റേജ് 5 സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ് ആണ് വരുന്നത്. അതായത് ഇംപ്രൂവ്മെന്റ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാല് അതായത് മെച്ചപ്പെടുത്തല് ശക്തിപ്പെടുത്തുന്നു. അതായത് നമ്മൾ ഇംപ്രൂവ്മെന്റ്സിൽ കുറെ കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ, കുറെ ബാരിയേഴ്സിന് നമ്മൾ എന്താ പറഞ്ഞു
ചെയ്തു. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 4th സ്റ്റേജിൽ ചെയ്തില്ലേ. 5ാമത്തെ സ്റ്റേജില് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ റിമൂവ് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇത് ശക്തിപ്പെടുത്താനായിട്ട് നോക്കണം. അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാല് ശക്തിപ്പെടുത്തുക എന്നർത്ഥം. ഓക്കെ. ദെൻ മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, നിരീക്ഷണവും വിലയിരുത്തലും. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, അത് ഒബ്സർവ് ചെയ്യുക, ദെൻ അത് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ പല തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ നമ്മൾ റിമൂവ് ചെയ്യുക. ദെൻ തടസ്സങ്ങൾ നീക്കം ചെയ്തിട്ട് നല്ല നല്ല കാര്യങ്ങളെ നിലനിർത്താനായിട്ട് നോക്കുക. ദെൻ അത് നിരീക്ഷിക്കുക, പിന്നീട് അത് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഫൈനൽ വൺ ഈസ് റീ ഓഡിറ്റ്. ആവശ്യമെങ്കിൽ നമുക്ക് ഓഡിറ്റ് ഒന്നും കൂടി റീ ഓഡിറ്റ് ചെയ്യാം, അല്ലെ? നമ്മളിപ്പോ നിങ്ങളിപ്പോ എക്സാം ഒക്കെ എഴുതുമ്പോൾ, അതായത് ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കുറവാണെങ്കിലോ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിലോ എന്താണ്, റീ ടെസ്റ്റുകൾ എഴുതാറില്ലേ? അതുപോലെ തന്നെയാണ് നമ്മളൊരു ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഓഡിറ്റിലെ എന്തെങ്കിലും തകരാറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നുന്നു നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് കീറിക്കളഞ്ഞിട്ട് എന്ത് ചെയ്യും, പുതുതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അതിനെയാണ് എന്ത് പറയാം, റീ ഓഡിറ്റ് എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോ സ്റ്റേജുകൾ പലത് പറഞ്ഞു. സ്റ്റേജ് 4 നമ്മള് ചില ബാരിയേഴ്സിനെ നമ്മൾ കണ്ടെത്തി, അതിനെ എടുത്തെറിഞ്ഞു. ദെൻ സ്റ്റേജ് 5 നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഓഡിറ്റിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്താൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ദെൻ അത് മോണിറ്റർ ചെയ്തു, അത് ഇവാലുവേറ്റ് ചെയ്തു. എന്നിട്ടും പ്രശ്നം തീർന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, റീ ഓഡിറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ സ്റ്റേജ് 6 റീ ഓഡിറ്റ് ആണ് വന്നത് കേട്ടോ. റീ ഓഡിറ്റ് ആണ് സ്റ്റേജ് 6 വരുന്നത്. അപ്പൊ എങ്ങനെയാണ് റീ ഓഡിറ്റ് ചെയ്യാൻ നോക്കാം. റിവ്യൂ എവിഡൻസ്, അതായത് തെളിവുകൾ അല്ലെങ്കിൽ ആളുകളുടെയൊക്കെ എന്താ പറയുക ട്രീറ്റ്മെന്റ് കേസുകളോ അല്ലെങ്കിൽ പേഷ്യന്റ് കംപ്ലൈന്റ്സോ അതിന്റെയൊക്കെ കേസിൽ എന്ത് ചെയ്യാം, നമുക്ക് റീ ഓഡിറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നുകൂടി ആളുകളിൽ നിന്ന് വിവരങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്നുകൂടി അത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ മെഷർ എഫക്റ്റീവ്നെസ്, അതായത് എഫക്റ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. അതായത് ഫലപ്രാപ്തി അളക്കുക അതിന്റെ. അതായത് നമ്മള് ആളുകളിൽ നിന്ന് ഒന്ന് റീ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ഫലപ്രാപ്തി അതിന്റെ അളവ്. ഓക്കെ. ഡിസൈഡ് ഹൗ ഓഫൺ ടു റീ ഓഡിറ്റ്. ഇനി എത്ര തവണ ഈ ഒരു റീ ഓഡിറ്റ് വീണ്ടും വീണ്ടും ചെയ്യണമെന്ന് തീരുമാനിക്കുക. ചിലപ്പോ 1 or 2 പ്രാവശ്യം ചെയ്താൽ ചിലപ്പോൾ ശരിയായിന്ന് വരില്ല. ചില കേസുകളിൽ ശരിയാകാം, ഇനി ചില കേസുകളിൽ ശരിയായിന്ന് വരില്ല. അപ്പൊ വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, നമ്മള് റീ ഓഡിറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിംഗ്, ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷണം ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റീ ഓഡിറ്റ് വീണ്ടും വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യണം. എന്തെങ്കിലും തെറ്റുകളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പോ ഇത്രയും സ്റ്റേജ് ആണുള്ളത് കേട്ടോ. ഇന്നത്തെ ഡയഗ്രാം ആണ് വരിക. ഡയഗ്രാം ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. പിന്നെ എത്ര സ്റ്റേജ് ഉണ്ടെന്ന് ചോദിക്കാം. എത്ര സ്റ്റേജ് ആണ് ഓഡിറ്റിനുള്ളത്? എത്ര സ്റ്റേജ് ആണ്? ഒന്ന് കമന്റ് ചെയ്ത്. എത്ര സ്റ്റേജ് ഉണ്ട് ഓഡിറ്റിന്? 6 അല്ലേ? ലാസ്റ്റ് സ്റ്റേജിന്റെ പേരെന്താ? ലാസ്റ്റ് സ്റ്റേജ് റീ ഓഡിറ്റ്. ഓക്കെ. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് കേട്ടോ. അതായത് ക്ലിനിക്കൽ ഓഡിറ്റ് പലതരത്തിലുണ്ട്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് ആണ് കേട്ടോ. സ്ഥിതി വിവര കണക്കുകൾ എന്നൊക്കെ പറയില്ലേ, അതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ്. ദെൻ എക്സ്റേ വ്യൂ. ഓക്കെ. ദെൻ ഡിസീസ് ഓഡിറ്റ്. ഓക്കെ. രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിറ്റ്. അതുപോലെ തന്നെ ഒബ്സ്റ്ററിക് കേസസ്, പ്രസവാനന്തരമായിട്ടുള്ള കേസസും മറ്റും ഉപയോഗിക്കുന്ന ഓഡിറ്റ്. ദെൻ ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രണം, നഴ്സിംഗ് ഓഡിറ്റ്, ദെൻ ഡെത്ത് ഓഡിറ്റ്. ഓക്കെ. ഇത്രയും ഓഡിറ്റുകളാണ് ഉള്ളത് കേട്ടോ. അപ്പൊ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എത്രയധികം ഉണ്ടെന്ന് നോക്കാം നമുക്ക്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, എക്സ്റേ വ്യൂ, ഡിസീസ് ഓഡിറ്റ്, ഒബ്സ്ട്രക്ട് കേസസ്, ഇൻഫെക്ഷൻ കൺട്രോൾ, നഴ്സിംഗ് ഓഡിറ്റ്, ഡെത്ത് ഓഡിറ്റ്. ഇത്രയും എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഇല്ല. ഒന്നും കൂടി ഈ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ഫിനിഷ് ആവും കേട്ടോ. Then role of hospital administration in audit. അതായത് ഓഡിറ്റിൽ ആശുപത്രി ഭരണത്തിന്റെ പങ്ക് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. ഓഡിറ്റില് ആശുപത്രി ഭരണത്തിന്റെ പങ്ക്, ആശുപത്രിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ചെയ്യുന്ന പങ്ക് എന്താണ്, റോൾ എന്താണ്. ഫസ്റ്റ് വൺ, ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയൺമെന്റ്. അതായത് ഒരു ഗുഡ് വർക്കിംഗ് എൻവയൺമെന്റ്, നല്ലൊരു ജോലി ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് കേട്ടോ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നല്ലൊരു ഗുഡ് വർക്കിംഗ് എൻവയൺമെന്റ് കൊടുക്കുക. രണ്ടാമത്തേത്, ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ്, റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കുക, റിസോഴ്സസ് കൊടുക്കുക, പല കാര്യങ്ങളും വിതരണം ചെയ്യുക. അതാണ് രണ്ടാമത്തേത് വരുന്നത്. Then മൂന്നാമത്തേത്, ടു മോട്ടിവേറ്റ് ടു ഇനാബിൾ ദ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ് ടു വർക്ക് enthusiastically. അതായത് മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങിയിട്ടുള്ള ആ ഒരു സംഘം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ കൊടുക്കുക. Then നാലാമത്തെ പോയിന്റ്, ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ് ഗ്രീവൻസസ് ബൈ ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി. പേഷ്യന്റിന്റെ കംപ്ലൈന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കംപ്ലൈന്റുകൾ അറ്റൻഡ് കേൾക്കുക, അതുകൂടെ തന്നെ അതിന് പരിഹാരം കാണുക. പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അതിന്റെ മുമ്പില് പേഷ്യന്റെ കംപ്ലൈന്റ് എത്തിക്കുക, അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ അത് പറയുക. ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ്, പ്രസ് നോട്ട്സ്. അതായത് ഈ മീഡിയയിലേക്ക് ഇത് പറയുന്നതെന്ന് വെച്ചാല്, ഇപ്പൊ മീഡിയയില് അതായത് TV ചാനലുകള്, പത്രങ്ങള്, ഇതിലൊക്കെ ഹോസ്പിറ്റലിനെ കുറിച്ച് വ്യാജ വാർത്തകളൊക്കെ വരില്ലേ, അത് തെറ്റായ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്ത്, അതായത് അത് കൃത്യമായിട്ട് മീഡിയക്ക് മുന്നിൽ അവതരിപ്പിക്കുക. അപ്പൊ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു തെറ്റായ പരാമർശം ഒരു ചാനലിൽ വിടുകയാണ്, അപ്പൊ ഉടനെ തന്നെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ഉടനെ തന്നെ ഒരു പ്രസ് മീറ്റ് വെക്കുന്നതായിരിക്കും. എന്നിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ കൊടുത്ത് പറയുന്നതായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് ആൻഡ് പ്രസ് നോട്ട്സ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസ് ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. അതുപോലെ തന്നെ എന്താ പറയാ, അതായത് ഇവിടെ ഗ്രേ ഏരിയാസ് എന്ന് പറയുന്നത് ചാരനിറമുള്ള പ്രദേശങ്ങളിൽ നിന്നാണ്. അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചീത്തയായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ചാരനിറത്തിലുള്ള പ്രദേശങ്ങളെ മൂടിക്കളയുക. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക പോലെയാണ് പറയുന്നത്. അതായത് പേഷ്യന്റിന്റെ സംതൃപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പേഷ്യന്റിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ അത് മൂടിക്കളയുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. അപ്പൊ എന്താണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് ചോദിക്കാം അല്ലെ. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ നിന്ന് ലീവായി പോകുന്ന ആളുകളുണ്ട് അല്ലെ, റിസൈൻ ഒക്കെ എന്താ പറയാ മേടിച്ചു പോകുന്ന ധാരാളം അല്ലെങ്കിൽ റിസൈൻ ചെയ്തു പോകുന്ന ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെ ആളുകൾ പോകുമ്പോൾ അവർക്ക് പ്രത്യേകം ഇന്റർവ്യൂ നടത്തിയിട്ട് അവരെ അവിടെ നിർത്താനായിട്ട് നോക്കും. ഓക്കെ, അതിനെയാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ നടത്തി കഴിഞ്ഞാല് ചില ആളുകൾ ചിലപ്പോൾ അവിടെ തന്നെ നിന്നേക്കാം, റിസൈൻ ചെയ്യുന്നില്ല എന്ന് എന്താ പറയാ ഒരു തീരുമാനത്തിൽ. റിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ 1 മാസം മുമ്പേ തന്നെ കൊടുക്കണമല്ലോ, നമുക്ക് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, റിസൈൻ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറ്റില്ല അല്ലെ. റിസൈനിങ് നമ്മൾ 1 മാസം മുമ്പേ തന്നെ ഇടേണ്ടതാണ്. അപ്പോ ഇങ്ങനെ ഒരു സൂചന നമുക്ക് കിട്ടുമ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾക്ക് ചിലപ്പോ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം റിസൈൻ ചെയ്യുന്നത് അല്ലെ. ചിലപ്പോൾ സാലറി കുറവായിരിക്കാം, അല്ലെങ്കിൽ പുറത്തോട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവാം. സാലറി ഒക്കെ കുറവുള്ള കേസുകളിലൊക്കെ ആണെങ്കിൽ റിസൈൻ ചെയ്യുമ്പോൾ അവർ പറയും ഇങ്ങനെ നമുക്ക് സാലറി കൂട്ടിത്തരാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സജസ്റ്റ് ചെയ്യും. അപ്പൊ അതിനെയാണ് മേക്ക് ചേഞ്ച് ആസ് സജസ്റ്റഡ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ പോകാൻ നിൽക്കുന്ന ആളുകളെ ഇന്റർവ്യൂ നടത്തിയിട്ട് അവരെ അവിടെ ആ സ്ഥാപനത്തിൽ നിലനിർത്താൻ നോക്കുക എന്നതാണ് അവിടെ
ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ കൂട്ടത്തോടെ, അതായത് പുറത്തേക്കൊക്കെ ആളുകൾ പോകുന്നത് കൂട്ടത്തോടെയാണ് അല്ലെ. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന 3-4-5 പേരൊക്കെയാണ് ഒരുമിച്ച് വിദേശത്തേക്കൊക്കെ പോകുന്നത്. അപ്പൊ ആ 3-4-5 പേര് അവിടെ നിന്ന് പോകുമ്പോൾ ആ സ്ഥാപനത്തിനെ അപേക്ഷിച്ച് അതൊരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം അത്രയും സ്റ്റാഫുകളാണ് അവിടെ പോകുന്നത്. അപ്പൊ അവർക്ക് അതിന് പകരം ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും അതിന് പകരം ആളുകളെ റിക്രൂട്ട് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പൊ അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റാഫുകൾക്ക് ധാരാളം വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു പ്രത്യേകം എക്സിറ്റ് ഇന്റർവ്യൂ നടത്തും. ഓക്കെ, ലാസ്റ്റ് വൺ, ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഉത്സാഹത്തോടെ സോറി കേട്ടോ, അതായത് ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ ചില പോളിസികളുണ്ട്, നയങ്ങളുണ്ട്, അതൊക്കെ നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ലാസ്റ്റ് വൺ വരുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അഡ്വാൻറ്റേജ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് നോക്കാം. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ആൻ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി, ഇതൊരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം പോലെയാണ് ഇത് നടത്തുന്നത്. പ്രൊമോട്ട്സ് അണ്ടർസ്റ്റാൻഡിങ്, അതുപോലെ തന്നെ കുറെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നടപ്പിലാക്കുന്നതിലൂടെ. ഹോസ്പിറ്റലിന്റെ തന്നെ പല പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. റിസോഴ്സ് എഫക്റ്റീവ്, അവിടെയുള്ള റിസോഴ്സുകളെ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു. ദെൻ റേസ് സ്റ്റാൻഡേർഡ്, ഹോസ്പിറ്റലിന്റെ നിലവാരം ഉയർത്താനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റുകൾ സഹായിക്കുന്നു. പ്രൊമോട്ട്സ് ചേഞ്ച്, അതായത് മാറ്റം അനിവാര്യമാണെങ്കിൽ പുതിയ പുതിയ മാറ്റത്തെ കൊണ്ടുവരാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റിനെ കൊണ്ട് പറ്റുന്നുണ്ട്. ദെൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, അതായത് വിവരങ്ങള്, ധാരാളം സോഴ്സ്, അതായത് ധാരാളം അറിവുകള് ക്ലിനിക്കൽ ഓഡിറ്റിലൂടെ നമുക്ക് കിട്ടുന്നു. അതായത് ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ധാരാളം ആളുകളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ മറ്റു പല സോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറെ ഇൻഫോർമേഷൻസ് കിട്ടുന്നു. പിയർ ലിഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്, എന്താ പറയുന്നത്, അതായത് ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. ക്ലിനിക്കൽ ഓഡിറ്റ് തയ്യാറാക്കുന്നതിലൂടെ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യാണ്, നല്ലൊരു കോർഡിനേഷനിലൂടെ പ്രവർത്തിക്കുകയാണ്. അതാണ് അവിടെ പറയുന്നത്, ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. ദെൻ ഇൻവോൾവ് പേഷ്യൻസ്, രോഗികൾ ഉൾപ്പെടുന്നു, അല്ലെങ്കിൽ രോഗികളുടെ വിവരങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ പറ്റുന്നു. ഓക്കെ, ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ദെൻ പ്രോബ്ലംസ് ഇൻ മെഡിക്കൽ ഓഡിറ്റ്, എന്തൊക്കെയാണ് മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രശ്നങ്ങൾ എന്ന് നോക്കാം. നമ്മളിപ്പോ ആദ്യം അഡ്വാൻറ്റേജ് നോക്കി, അത് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ആണ് കേട്ടോ. മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ലാക്ക് ഓഫ് ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്, അതായത് മെഡിക്കൽ റെക്കോർഡിന്റെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ അഭാവം, അതൊരു പ്രോബ്ലം ആയിട്ടാണ്. അതായത് ചില ഹോസ്പിറ്റലൊന്നും മെഡിക്കൽ റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല, അത് ചിലപ്പോൾ കാണാണ്ടൊക്കെ പോകും, അല്ലെ, മിസ്സിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അത് വരുന്നുണ്ട്. ദെൻ രണ്ടാമത്തത് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്, പുവർ ക്വാളിറ്റി മെയിൻ്റെനൻസ്, അതുപോലെ തന്നെ ചില റെക്കോർഡുകൾ ഇൻകംപ്ലീറ്റ് ആയിരിക്കുള്ളൂ, ചിലത് വളരെ ക്വാളിറ്റി കുറഞ്ഞ നിലയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകും, അല്ലെ, അതായത് സൂക്ഷിക്കാതെ, അതായത് അലക്ഷ്യമായിട്ടൊക്കെ ഇടുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അപ്പൊ അത് വരുന്നതാണ്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ഫിയർ ഓഫ് ആക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ ഓഫ് മെഡിക്കൽ സ്റ്റാഫ്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റാഫുകൾക്ക് വേണ്ടത്ര മോട്ടിവേഷൻ കൊടുക്കാത്തത്. ഇപ്പൊ ഡോക്ടറിനായാലും നേഴ്സിനായാലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾക്കായാലും വേണ്ട രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കാത്തതും ഈ ഒരു പ്രോബ്ലം, മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രോബ്ലം ആയിട്ട് കാണുന്നുണ്ട്. ദെൻ ഇഗ്നോറൻസ് ഓഫ് വാല്യൂ ഓഫ് മെഡിക്കൽ ഓഡിറ്റ് ബൈ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ചില ഹോസ്പിറ്റലുകളിൽ മെഡിക്കൽ ഓഡിറ്റിന്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ട് അവരത് നടത്തുന്നില്ല. ചില ഹോസ്പിറ്റലൊക്കെ എന്താണ്, നമുക്കറിയാം ചെറിയ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ മെഡിക്കൽ ഓഡിറ്റ് എന്താ പറയാ നടത്തില്ല. ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ, വലിയ വലിയ ഹോസ്പിറ്റലൊന്നും നടക്കില്ല കേട്ടോ, അവിടേക്ക് എന്തായാലും കമ്പലായിട്ട് എന്ത് ചെയ്യണം, ഇത് ചെയ്തിരിക്കണം. അപ്പൊ ചില ഹോസ്പിറ്റലുകൾക്ക് ഇപ്പോഴും എന്താണ് ഇതിന്റെ ഒരു പ്രാധാന്യം അറിയില്ല, അപ്പൊ അതും ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നുണ്ട്.
then suppression of facts, wrong reporting. അതുപോലെ തന്നെ ശരിയായ വസ്തുതകൾ ശേഖരിക്കാത്തത്, അതുപോലെ തന്നെ റോങ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങും ഇതിന്റെ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ lack of organized medical record, then incomplete record, poor quality maintenance, fear of action and lack of motivation of medical staff, ignorance of value of medical audit by hospital, suppression of facts, wrong reporting. Then അടുത്തത് contents of an audit report. എന്തൊക്കെ കണ്ടന്റുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ലിറ്ററേച്ചർ റിവ്യൂ ഉണ്ട്, ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങള്. ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തായാലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, ഒരു റിവ്യൂ ഉണ്ടാകും, അതുപോലെ മാനദണ്ഡങ്ങൾ സ്റ്റാൻഡേർഡുകൾ ഉണ്ടാകും. മെത്തേഡ് ഓർ പ്രോട്ടോകോൾസ് യൂസ്ഡ്, എന്തൊക്കെ മെത്തേഡുകളാണ് ഓഡിറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് അവിടെ കൊടുത്തിട്ടുണ്ടാവും. റിസൾട്ടുകൾ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഉണ്ടാകും. റെക്കമെൻഡേഷൻ ഫോർ ചേഞ്ച്, ആ ഓഡിറ്റ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ ശുപാർശ ചെയ്യുന്നതായിരിക്കും. റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ഓഡിറ്റ്, ഡോക്ടേഴ്സ് അല്ലാണ്ട് ഓഡിറ്റ് ചെയ്യാം, കൃത്യമായിട്ട് ഒരാളുണ്ടാവും, ഓഡിറ്റർ ഉണ്ടാവും കേട്ടോ, ഹോസ്പിറ്റലിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള അദ്ദേഹമാണ് എന്ത് ചെയ്യാ, ഓഡിറ്റ് ചെയ്യുക കേട്ടോ. ദെൻ റെക്കമെൻഡേഷൻ ഫോർ ഫർദർ ഓഡിറ്റ്, ഇനി നമ്മൾ ഈ ഒരു ഓഡിറ്റ് തയ്യാറാക്കിയതിനു ശേഷം വേറെ എന്തെങ്കിലും ഒരു ഓഡിറ്റിന്റെ ആവശ്യകത ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നതാണ്, കണ്ടന്റ്സ് ഓഫ് ആൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയും ഉള്ള നമ്മുടെ ചാപ്റ്റർ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യാൻ ഞാൻ ഒന്നും കൂടി പറയാം. റീ ഓഡിറ്റ് എന്താണെന്ന് ചോദിക്കാം. ദെൻ ആ ട്രീ ഡയഗ്രാം ചോദിക്കാം. അതുപോലെ തന്നെ എത്ര സ്റ്റേജ് ഉണ്ടെന്ന് ചോദിക്കാം. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ചോദിക്കാം. ദെൻ അതുപോലെ തന്നെ കൺകറന്റ് ഓഡിറ്റ്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്, മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ആൻ ഓഡിറ്റ്, ദെൻ ഓർഗനൈസേഷണൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, മെഡിക്കൽ ഓഡിറ്റ്, എക്സ്റ്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയണോ? ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ്. സെക്കൻഡ് വൺ എക്സ്റ്റേണൽ ഓഡിറ്റ്, ദെൻ മെഡിക്കൽ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്, ഓർഗനൈസേഷണൽ ഓഡിറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത എത്ര വരെ? ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്, എന്തൊക്കെ ഓഡിറ്റുകളാണ്, എന്തൊക്കെ മെത്തേഡുകളാണ് ഓഡിറ്റിന് യൂസ് ചെയ്യുന്നത്. ദെൻ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റില് കൺകറന്റ് ഓഡിറ്റ്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. ദെൻ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങളായിട്ട് ഉണ്ടാവുക അത് ചോദിക്കും. ദെൻ സ്റ്റേജസിൽ, അതായത് പല പല സ്റ്റേജസ് ഉണ്ട് അല്ലെ, അതിനകത്ത് സ്റ്റേജ് 1 പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് വരാം, സ്റ്റേജ് 2 സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ വരാം, സ്റ്റേജ് 3 മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ് വരാം, ദെൻ സ്റ്റേജ് 6 റീ ഓഡിറ്റ്. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. മാം മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഒന്ന് പറയോ? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയോ? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഉണ്ടാവും, അദ്ദേഹമാണ് ഇൻചാർജ് ആയിട്ട് വരുന്നത് കേട്ടോ. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഇൻചാർജ് ആയിട്ട് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ആണ്. അതുകൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. ഓക്കെ, ദെൻ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഹെഡുകൾ ഉണ്ടാവും, ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ദെൻ അതിലുള്ള മെമ്പേഴ്സ്, അതിനകത്ത് ചില അംഗങ്ങൾ ഉണ്ടാവും, അവരൊക്കെയാണ് അതിനകത്ത് വരിക കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്റർ കുറച്ച് ടഫ് ആയിട്ട് തോന്നണം. ആരാ പറഞ്ഞേ? ഞാനാണ് നെറ്റ് ചൂസ്. ടഫാണ്, ശരിയാണ്. ഡയഗ്രാം നോക്കുക കേട്ടോ, ഡയഗ്രാം ഒക്കെ ഉണ്ടാവാൻ സാധ്യത.
കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഇതിൽ പഠിച്ചത് ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾസ്. പക്ഷെ ഓഡിറ്റ് എന്ന് പറഞ്ഞ സംഭവം കൂടെ വന്നപ്പോ ഇച്ചിരി കൺഫ്യൂഷൻ വരുന്നുണ്ട്. കൺഫ്യൂഷൻ വരുന്നുണ്ട് അല്ലേ? പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയാൽ മറ്റേതൊക്കെ ക്ലിയർ ആയല്ലോ. കൺകറന്റ് ഓഡിറ്റ് അതൊക്കെ അതൊക്കെ ക്ലിയർ അല്ലേ? അത് അങ്ങനെയൊക്കെ വരുള്ളൂ കേട്ടോ. വേറെ ഒന്നും പേടിക്കണ്ട. ഞാൻ ഓക്കെ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കി പോയാൽ മതി. ഓക്കെ ഓക്കെ. ഓക്കെ, വേറെ ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്തത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല, ഒന്ന് തുടങ്ങി വെക്കാം. ബേസ് ഒന്ന് നമ്മൾ അടുത്തെടുക്കുന്ന ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കേട്ടോ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹോസ്പിറ്റലില് കേട്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ പോയിട്ടുണ്ടാവുമല്ലോ. അമൃത പോയിട്ടുണ്ട്. എന്തിനാ പോയേക്കണേ അമൃത? അമ്മു പോയില്ല? ആരും പോയിട്ടില്ല? HR പോയിട്ടില്ല ആരും? ഇനി പോവാട്ടോ, കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോ പോവാം. HR ഡിപ്പാർട്ട്മെന്റ് ആളുകളെ ഹയർ ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്, പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് പോയിട്ടുണ്ട്. HR പോയിട്ടുണ്ട് അല്ലെ? ഹോസ്പിറ്റലില് നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ഒരു പ്രത്യേക വിഭാഗത്തിനെ കാണാം. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അതിന്റെ പേര്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അഥവാ HR വിഭാഗം എന്ന് പറയും. അവരാണ് നിങ്ങളെ പോലുള്ള ആളുകളെ ജോലിക്ക് എടുക്കുന്നതും നിയമിക്കുന്നതും. അപ്പൊ അവരെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അധികം പ്രശ്നമൊന്നുമില്ല, ഓഡിറ്റിന്റെ അത്ര പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ അറിയാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് എടുക്കുന്നില്ല, ഞാൻ അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് തിങ്കളാഴ്ച എടുക്കാം. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാന്നാ? Yes, ma'am. Thank you. Okay, thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.